അയ്യോ അയ്യോ, സെറ്റടാ, നീ തോറ്റ്. എന്തോന്ന്? നീ തോറ്റ്. അത് ശരി. അങ്ങനെ ചേട്ടൻ എന്നോട് എണിപ്പാമ്പ് കളിക്കാൻ പാ. അപ്പൊ അറിയാം സുമേഷിന്റെ റേഞ്ച് എത്തുവന്നു. എടാ കുറച്ച് സ്റ്റാൻഡേർഡ് കാണിക്കടാ. പിന്നെ എണിപ്പാമ്പിന് എന്തോ സ്റ്റാൻഡേർഡ് കുറവ്? നീ ഏതെങ്കിലും പത്രത്തിൽ കണ്ടിട്ടുണ്ടാ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഏണിയും പാമ്പിലും പരാജയപ്പെടുത്തിയെന്ന്? ഇത് പിന്നെ ഡെയിലി പത്രത്തിൽ വരുന്നതാണല്ലോ. എടാ നോക്ക്, ഇതും ചെസ്സും ഒരേ ഇതിൽ പെടുന്നതാണ്, ഒരേ കാറ്റഗറിയിലാണ്. അങ്ങനെ നീ പത്രത്തിൽ വരാതെ എത്ര എന്തെല്ലാം കളികളുണ്ട്. സാറ്റുകളി പത്രത്തിൽ വരും. നീ എനിക്ക് പോടാ അവിടെ നിന്ന്. സാറ്റുകളി പത്രത്തിൽ എന്ത്? ഇതെന്താ ഇത്? എന്തോടാ അത്? ബിസ്ക്കറ്റ് ആണല്ലോ. ആ, ഇത് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്നല്ലേ? എന്നിട്ട് ഇതിന്റെ പകുതി എന്തേ? വരുന്നവരെല്ലാം പട്ടിക്ക് പൂച്ചയ്ക്ക് കൊടുത്താണ്. പട്ടിക്കും പൂച്ചയ്ക്കും മാത്രമല്ല, വരുന്ന വഴി ഒരു കീരി വെള്ളം ഇറക്കിയിരിക്കുകയായിരുന്നു, അതിനും കൊടുത്ത് 2 നിങ്ങൾ ഇതൊക്കെ പൈസ കൊടുത്ത് തന്നെയാണോ വാങ്ങിക്കുന്നത്? ആ, പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത്. പൈസ കൊടുത്ത് മേടിക്കുന്ന മനുഷ്യന് മാത്രമേ തിന്നാവുന്ന നിർബന്ധമുണ്ടോ? അങ്ങനെ കൊടുക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ വല്ല പട്ടി ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കണം, അല്ലാതെ പിള്ളേരെ ബിസ്ക്കറ്റ് ആണോ എടുത്ത് കൊടുക്കുന്നത്? പട്ടി ബിസ്ക്കറ്റ് തന്നെയാണ് പട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യന് കഴിക്കണം ബിസ്ക്കറ്റും പട്ടിക്ക് കഴിക്കാം. നിനക്ക് നിന്റെ അച്ഛനും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തൊരു സ്വഭാവം ചേട്ടാ. ചേട്ടത്തി മാനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും, മുഖത്ത് നോക്കി അച്ഛന് പറയുന്നു. മോശം. ഒന്നവിടെ നിന്ന് എന്താ എനിക്ക് എന്റെ അച്ഛന് മനസ്സിലാവില്ലാത്ത? നീ അത് വീട്ടിൽ പോ. അല്ല എന്താന്ന് പറഞ്ഞിട്ട് പോ. എടി ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. രണ്ട് ഓർക്കിഡിന്റെ ഇല തിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പട്ടുപോട്ടും തിരിയാത്ത കുഞ്ഞാടിനെ നിന്റെ അച്ഛൻ കറണ്ടടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി നോക്കിയില്ലടി. ദേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അച്ഛൻ പറമ്പിൽ ലൈറ്റ് ഇടാൻ വേണ്ടിട്ട് വയറ് വലിച്ചപ്പം ആട്ടുകുഞ്ഞ് അറിയാതെ അത് കയറി ചവിട്ടിയതാ. ഓ, പറമ്പിൽ ലൈറ്റ് അടി. അപ്പൊ 2 in 1 ആയിരിക്കും. പറമ്പിൽ ലൈറ്റ് അടിച്ച് പട്ടിയെ കല്ലെടുത്ത് എറിയുകയും ചെയ്യാം, പിന്നെ ഒരു ലൈൻ എക്സ്ട്രാ വലിച്ചിട്ട് ആട്ടിനെ പശുവിനെ കൊല്ലുകയും ചെയ്യാം. ഓടിയാണ് ചെറുക്കൻ ഇരിക്കുന്നു, ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. എന്താ ചേട്ടത്തി ബിസ്ക്കറ്റ് തിന്നു. ഏതായാലും ബാക്കി പട്ടി പൂച്ച തിന്നു. നിങ്ങൾക്ക് 2 അല്ലേ ഉള്ളൂ? നമ്മളവിടെ പോയാ പുതിയ കെട്ടത് കേട്ടാ. പട്ടിക്ക് പൂച്ചയും കൊടുത്തു പോരാ മനുഷ്യൻ. ഇത് നേരെ പഠിത്തം തുടങ്ങിയതല്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്കൊന്നും പഠിക്കാനില്ലേ? ഞങ്ങള് രാവിലെ മുതലൊന്നും പഠിക്കില്ലായിരുന്നമ്മ. ഓ, അപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് തികഞ്ഞു. എന്തോ നമ്മ എപ്പോഴും പഠിച്ചോണ്ടിരുന്ന ബോറടിക്കൂലേ? ചെറുക്ക തർക്കത്തിന് പറഞ്ഞ അടിച്ചാൻ പുറപ്പെടും കേട്ടോ. നേരം വെളുക്കം തൊട്ട് കാണാൻ കൂടാന്ന് പറഞ്ഞു തുടങ്ങിയോളൂ. എന്തോന്നൂടെ, നിനക്ക് എന്തെങ്കിലും എന്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ആണുങ്ങളെ പോലെ എന്റെ അടുത്ത് പറഞ്ഞു കേൾക്കണം. അല്ല എന്റെ പിള്ളേരുടെ പണ്ടേ കയറിയുണ്ടല്ലോ. ഓ, നിങ്ങളുടെ പിള്ളേരോ? അല്ല ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ വേലക്കാരിയോ? ചുമ്മാ വഴക്കൊണ്ടേ പോയെ. അയ്യോ, ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. ഇപ്പൊ ഞാൻ വില്ലത്തി. നന്ദി വേണം പിള്ളേരെ, നന്ദി. തലയെ വെക്കാതെ നിന്നെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടന്നിട്ട് ഇപ്പൊ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന്റെ പുറകെ പോയിരിക്കുന്നു. നീ വളർത്തിയെന്നപ്പോ ഞാൻ ഇവിടെ ഹിമാലയത്തില ഒറ്റയ്ക്ക് മല പറിച്ച കാര്യമൊന്നും പറയണ്ട. പൈത്ത് വളർത്തിയ ഞാൻ കൂടെ തന്നെ. ഓ, നിങ്ങൾ വളർത്തിയ കഥയൊന്നും കൂടുതൽ പറയല്ലേ. പിള്ളേര് കരഞ്ഞപ്പോ ഹോട്ടൽ മുറിയിൽ റൂം എടുത്ത് കിടന്ന ആളാ. അതൊന്നും എനിക്ക് സൈനസൈറ്റിസ് ആയിരുന്നു മക്കളെ. ആ, ഇതുപോലത്തെ പല സൈറ്റീസും എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവരെ ഇട്ടിട്ട് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാനും എന്റെ അച്ഛനും എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ കൂടെ തന്നെ നിന്നാ മതി. മാറങ്ങോട്ടെ. സൈനസൈറ്റിസ് വായും മൂക്കും പൊത്തി വേണം തുമ്മാൻ നമ്മള്. എന്നിട്ട് സാനിറ്റൈസർ ഇട്ട് കൈ കഴുകണം. വായിച്ചോ. അതെ, കളിയാക്കിയാൽ എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് കേട്ടോ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരു അച്ഛനും മക്കളും സംഘം ഉണ്ടായിരിക്കുന്നു. ഞാൻ 2 ദിവസം എവിടെ ഇല്ലെങ്കിൽ കാണാം. തുമ്മല്, ചുമക്കല്. മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള വെണ്ണേ നിന്നെ തന്നേ മഴയാരും. അവള് ഭയങ്കര ദേഷ്യത്തിലടാ. പിന്നെ മുഖത്ത് നോക്കി അച്ഛനോട് ദേഷ്യം വരത്തില്ല. അങ്ങനെ പറയണ്ടായിരുന്നല്ലേ? പിന്നെ ചേട്ടത്തിക്ക് നല്ല വിഷമമായി. നീ വന്നാണ് വിഷമത്തിന്റെ മാത്രമല്ല, പിന്നെ
അവളൊരു മോതിരം പണയം വയ്ക്കാൻ വേണ്ടി തരാന്ന് പറഞ്ഞു. അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതാണ് മുതിർന്നവരുണ്ട്. കോപം മനുഷ്യന് ഒരിക്കലും നല്ലതല്ല. അളിയന്മാരെ നാളെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നാളെ മുതലാളി ദിനം പറ്റി. പടം മലയാള ദിനമൊന്നുമല്ല. എന്താ മുതലാളിക്കാരും ചോദിക്കാനും പറയാൻ ആരും ഇല്ല. എടാ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അത് തന്നെ അളിയ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. കിട്ടി നാളെ ശ്രീരാമൻ മഴ പറഞ്ഞ ദിവസം. ഇല്ലടാ, നാളെ മാവി കയറുന്ന ദിവസം. ഇവിടെ ചെറുക്ക ഇങ്ങനെ പോയോണ്ടല്ലോ, ഇതിന്റെ ചരമത്തിന്റെ അടുത്ത ദിവസം ആയിരിക്കും നാളെ. ഓ അപ്പൊ എന്നെ ഒതുക്കാനുള്ള പരിപാടി കേട്ടോ. ഇതെനിക്ക് അറിയാനുള്ള സുമേഷിന് വല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. അയ്യോ, കാര്യം പറയണം അങ്ങോട്ട്. അളിയ, നാളെയാണ് എന്റെ പൈങ്കിളിയുടെയും വെഡിങ് ആനിവേഴ്സറി. അതാണ് അവള് മറന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്ത് വേണം? മറന്നിരിക്കണെങ്കിൽ പോയി ഓർമ്മിപ്പിക്കണം. അന്തര അളിയ ഒരുമാതിരി സുമേഷ് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നത് മറന്നിരിക്കാൻ നമ്മൾ ഓർമ്മിപ്പിക്കാനാ ചെയ്യണത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, മറന്നിരിക്കുമ്പോൾ ഓർമ്മിപ്പിക്കും. അളിയ അതൊരു സൂപ്പർ ചാൻസ് അല്ലേ? അവർക്ക് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തുള്ളൂ അല്ലേ? അളിയെ ചോദിക്കളെ എന്താ അളിയ, അളിയൻ എന്തോ ഒരു സന്തോഷം ഇല്ലാത്ത പോലെ. ഇതിന്റെ കാര്യം എന്താ അറിയാമോ? ചേട്ടത്തിയുടെ വഴക്കുണ്ടാക്കിട്ടിരിക്കുക. ഞങ്ങൾക്ക് മനുഷ്യന്മാരെ തമ്മിൽ തന്നെ വലിയ താല്പര്യമൊന്നുമില്ല. വല്ല പട്ടി പൂച്ച കാണാന്ന് ഇവിടെ ഇങ്ങനെ തുള്ളിയാനെ. ഓ പിന്നെ പട്ടിക്കും പൂച്ചയ്ക്ക് ഇതല്ലേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചോണ്ടിരിക്കാനല്ലേ ഇത്. അതിന് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടാ. ഓഹോ നിന്നെ പോലെ ഒന്നുമല്ല. ചേട്ടല്ലേ? പിന്നെ അളിയ എന്നാ ചേട്ടൻ ഇവിടെ ഇരിക്കട്ടെ. അളിയ നമുക്ക് വല്ല നമ്മുടെ കാര്യം നോക്കിപ്പോ. ഉണ്ണി മനുഷ്യമൃഗം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പ്ലാൻ ചെയ്യാം അവിടെ ഇരുന്നിട്ട്. വെഡിങ് ആനിവേഴ്സറി ഓരോ പ്രവർത്തനങ്ങളും കാണിച്ചോണ്ട് വരും. നമുക്ക് പോടെ. പിന്നെ നമ്മളെന്തിനാണ് കളിക്കുന്നത്? നമ്മൾ കളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ.